Welcome, my dear students, to your online class. In this class, I would like to discuss small portion from our textbook, from both textbook plus 1 and plus 2 grammar portion, reported speech. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് 1 അതുപോലെ തന്നെ പ്ലസ് 2 ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ചെറിയ ഒരു ഗ്രാമർ പോർഷനാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത് ആദ്യം നോക്കാം. റിപ്പോർട്ടഡ് സ്പീച്ചിന് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് രണ്ട് പേര് നേർക്കുനേർ നിന്ന് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് സ്പീച്ചാണ്. ഈസ് കോൾഡ് ഡയറക്റ്റ് സ്പീച്ച്, അല്ലേ? നേരെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഡയറക്റ്റ് ആയിക്കൊണ്ടാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് നമുക്ക് പറയാം. ഇനി ഇത് കേട്ടിട്ട് അതല്ലെങ്കിൽ ഈ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും സംസാരിച്ച് കഴിഞ്ഞത് ഒരാൾ കേൾക്കുകയാണ്, ഒരാൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇത് കേട്ടിട്ടുണ്ട്. ഇത് അയാൾ മറ്റൊരാളോട് പോയി പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലേ? അവിടെ കണ്ടത് അല്ലെങ്കിൽ അവിടെ കേട്ടത് എന്താണോ അത് പോയി മറ്റൊരാളോട് പറയുന്നതാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അത് തന്നെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. രണ്ടുപേര് സംസാരിക്കുന്നത് അല്ലെങ്കിൽ രണ്ടുപേര് സംസാരിച്ച് കഴിഞ്ഞ വിഷയം വേറൊരാളോട് പോയി പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ ചിലപ്പോൾ മൂന്നാമതൊരാളോട് പോയി പറയുന്നത് എങ്ങനെയാണോ അത് തന്നെയാവും. അതല്ലെങ്കിൽ ഈ രണ്ടുപേരും സംസാരിക്കുന്നത് ഒരാൾ കേട്ടിട്ടുണ്ട്, ആ കേട്ട ആൾ എന്ത് ചെയ്യാണ്, അയാൾ തൻ്റെ സുഹൃത്തിനോടോ തൻ്റെ വീട്ടിലോ പോയി പറയുന്നതാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഇതിന് ചേഞ്ചസ് വരുത്തുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോർഷൻ എടുക്കാം. ഇത് രണ്ട് ക്ലാസ്സുകൾക്കും, അതായത് പ്ലസ് 1 പ്ലസ് 2 ഗ്രാമർ പോർഷനാണ്. രണ്ട് ക്ലാസ്സുകൾക്കും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഭാഗമാണ്. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, ഗ്രാമർ പോർഷൻ റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കാറുണ്ട്. ഒരു ചെറിയ സെൻറ്റൻസ് എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്തു നോക്കാം. When we use reported speech, the main verb of the sentence is usually in the past form. ഒരു സെൻറ്റൻസ് അതല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സ്പീച്ച് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആവുന്ന സമയത്ത് അതല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്ന സമയത്ത് ആ വേർബിൻ്റെ മെയിൻ വേർബ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, അത് പാസ്റ്റ് ഫോമിലേക്ക് ആക്കി മാറ്റും. ദ റെസ്റ്റ് ഓഫ് ദി സെൻറ്റൻസ് ഈസ് ആൾസോ ഇൻ ദ പാസ്റ്റ് ഫോം. അപ്പോൾ അതിന് ശേഷം വരുന്ന സെൻറ്റൻസുകളും എന്താവും, പാസ്റ്റ് ഫോമിലേക്ക് തന്നെ ആവും. അതായത് ഇൻ ജനറൽ ദ പ്രസൻറ്റ് ഫോം in the direct speech changes to the past form in reported speech. മൊത്തത്തിൽ പറയുകയാണ് അല്ലെങ്കിൽ ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റൻസ്, ഒരു സ്പീച്ച് അതല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ വേർഡ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് എല്ലാം പാസ്റ്റ് ഫോമിലേക്ക് മാറും. അതായത് പറയുന്നത് പ്രസൻറ്റ് ടെൻസിലായിരിക്കും, പറയുന്നത് ചിലപ്പോൾ അപ്പോൾ നടക്കുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയെടുക്കുന്ന സമയത്ത് അത് പാസ്റ്റ് ഫോമിലേക്കായി മാറും. ഇനി ചില മാറ്റങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആം, ഈസ്, ആർ എന്ന് പറയുന്നതെല്ലാം വാസ്, വേർ എന്നുള്ള രീതിയിലേക്ക് മാറും. ഡു, ഡസ് എന്നുള്ളത് പാസ്റ്റ് ഫോം ആകുമ്പോൾ ഡിഡിലേക്ക് മാറും. അതേപോലെ തന്നെ വിൽ എന്നുള്ളത് വുഡ് എന്നുള്ള ഫോമിലേക്ക് മാറും. ക്യാൻ ചേഞ്ചസ് ടു കുഡ്. ഹാവ്, ഹാസ് എന്നുള്ളത് ഹാഡ് എന്നുള്ള സിംഗിൾ ഫോമിലേക്ക് മാറും. വാണ്ട്, ലൈക്ക്, നോ, ഗോ എന്ന് ആ ടൈപ്പ് വരുന്നതെല്ലാം വാണ്ടഡ്, ലൈക്ക്ഡ്, ന്യൂ, വെൻറ്റ് എന്നുള്ള പാസ്റ്റ് ഫോമിലേക്ക്, അതായത് പ്രസൻറ്റ് ഫോമിലാണ് സ്പീച്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പാസ്റ്റ് ഫോമിലേക്കായിട്ട് മാറും. ദ പാസ്റ്റ് സിമ്പിൾ ലൈക്ക് ഡിഡ്, സോ, ന്യൂ ക്യാൻ യൂഷ്വലി stay the same in reported speech, or you can change it to the past perfect, had done, had seen, had known, etc. ഇനി പറയുന്നത് ചില റിപ്പോർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകൾ പാസ്റ്റ് ഫോമിൽ തന്നെയാവും. അതായത് ഡിഡ്, സോ, ന്യൂ എന്ന് പറയുന്ന പാസ്റ്റ് ഫോമിൽ തന്നെയാവും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതേ ഫോമിൽ തന്നെ റെസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ അതേ ടെൻസ് തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇനി അതല്ല, നമുക്കൊന്നും കൂടി മാറ്റം വരുത്തണമെന്ന് നിർബന്ധമാണ് എങ്കിൽ ഹാഡ് ഡൺ, അതായത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഹാഡ് ചേർത്ത് കൊടുത്തിട്ട് ഹാഡ് ഡൺ, ഹാഡ് സീൻ, ഹാഡ് നോൺ എന്നുള്ള രീതിയിൽ നമുക്ക്
നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് സ്പീച്ചിൽ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ടോം സെഡ് ഐ വോക്ക് അപ്പ് ഫീലിംഗ് ഇൽ സോ ഐ ഡിഡ് നോട്ട് ഗോ ടു വർക്ക്. ഇനി അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന മാറ്റങ്ങൾ നോക്കാം. ടോം സെഡ് ദാറ്റ് എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ടോം സെഡ് ദാറ്റ് ഹി വോക്ക് അപ്പ് ഫീലിംഗ് ഇൽ. എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? വോക്കപ്പ് എന്നുള്ളത് സെയിം ആണ്, പാസ്റ്റ് ടെൻസിലാണ്. അപ്പോൾ ഇതിലേക്ക് റിപ്പോർട്ടഡിലേക്ക് മാറ്റുന്ന സമയത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുന്നില്ല. സോ ഹി ഡിഡിൻറ്റ് ഗോ ടു വർക്ക്. അപ്പോൾ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? ഐ ഡിഡിൻറ്റ് എന്നുള്ളത് ഹി ആയി അല്ലേ? അവൻ പറയുന്ന സമയത്ത് ഞാൻ പോയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവൻ പോയിട്ടില്ല, ഹി ഡിഡിൻറ്റ് ഗോ ടു വർക്ക്. ഓർ ഇനി അതല്ലെങ്കിൽ വേറൊരു ഫോമിലേക്ക് നമുക്ക് മാറ്റാം. നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറ്റി കൊടുക്കാം. അതെങ്ങനെയാണ്? ടോം സെഡ് ദാറ്റ് ഹി ഹാഡ് വോക്കൺ അപ്പ് ഫീലിംഗ് ഇൽ. എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? വോക്കൺ അപ്പ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് തന്നെയാണ്. അപ്പോൾ അതിൽ ചേഞ്ചസ് വരുത്തുന്നില്ല. നമ്മൾ ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഹാഡ് വോക്കൺ അപ്പ് ഫീലിംഗ് ഇൽ സോ ഹി ഹാഡ് നോട്ട് ഗോൺ ടു വർക്ക്. ഹി ഡിഡ് നോട്ട് എന്നുള്ളത് ഹി ഹാഡ് നോട്ട് ഗോൺ ടു വർക്ക് എന്നുള്ളതും ശരിയായ ഫോർമാറ്റാണ്. If you report something and it is still true, you do not need to change the verb. ഇനി റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും സെയിം തന്നെയാണ്, മാറ്റം ഇല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഈ സംസാരിക്കുന്ന സമയത്തും അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഈ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഒരു മാറ്റവുമില്ല, യാതൊരുവിധ മാറ്റവുമില്ല, സെയിം ഫോം തന്നെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വേർബിന് വരുത്തേണ്ടതില്ല. അതിനൊരു എക്സാമ്പിളാണ് പറയുന്നത്. ഡയറക്റ്റ് സ്പീച്ചിൽ ഒരാൾ സംസാരിക്കുന്നതാണ്. ടോം പറയുന്നതാണ്. ടോം സെഡ് ന്യൂയോർക്ക് ഈസ് മോർ ലൈവ്ലി ദാൻ ലണ്ടൻ. ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് മോർ ലൈവ്ലി ആണ് ലണ്ടനെക്കാട്ടിലും. അതായത് പ്രസൻറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്. അതായത് ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്നത് ലണ്ടനേക്കാളും സജീവമായിട്ടുള്ള ഒരു സിറ്റിയാണ് എന്നാണ് ഇവിടെ ടോം പറയുന്നത്. അത് പറയുന്ന സമയത്തും ഇനി അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അതിന് മാറ്റങ്ങളൊന്നും വരുന്നില്ല. ന്യൂയോർക്ക് സിറ്റി എപ്പോഴും ലൈവ്ലി തന്നെയാണ്, എപ്പോഴും സജീവമാണ് എങ്കിൽ അതേ ഫോം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ടോം സെഡ് ദാറ്റ് ന്യൂയോർക്ക് ഈസ് മോർ ലൈവ്ലി ദാൻ ലണ്ടൻ. അല്ലേ? ഈസി ആയിട്ടുള്ള ഫോർമാറ്റാണ്. ടോം സെഡ് ദാറ്റ് ന്യൂയോർക്ക് ഈസ് മോർ ലൈവ്ലി ദാൻ ലണ്ടൻ. സിമ്പിളായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല, ഒന്നുകൂടി ഫോർമാറ്റ് മാറ്റി കഴിഞ്ഞാലും സെയിം ആണ്. ടോം സെഡ് ദാറ്റ് ന്യൂയോർക്ക് വാസ് മോർ ലൈവ്ലി ദാൻ ലണ്ടൻ. ഇനി പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ശരിയായ ഉത്തരം തന്നെയാണ്. ഇപ്പോൾ എന്താണ് ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്? ഒന്ന് പ്രസൻറ്റ് ടെൻസിലാണ്, ന്യൂയോർക്ക് ഈസ് മോർ ലൈവ്ലി ദാൻ ലണ്ടൻ. രണ്ടാമത്തതോ ടോം സെഡ് ദാറ്റ് ന്യൂയോർക്ക് വാസ് മോർ ലൈവ്ലി ദാൻ ലണ്ടൻ എന്ന് പറഞ്ഞാലും കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. എക്സാമ്പിൾ ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് നോട്ട് ദ ഡിഫറൻസ്. ഡയറക്റ്റ് സ്പീച്ചിൽ ഗോപാൽ സെയ്സ് ഐ ആം നോട്ട് ഫീലിംഗ് വെൽ. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഗോപാൽ സെയ്സ് ദാറ്റ് ഹീ ഈസ് നോട്ട് ഫീലിംഗ് വെൽ. സെയിം ഫോർമാറ്റ്. അതായത് ഇത് സംസാരിക്കുന്ന സമയത്തും ഗോപാൽ ഇത് പറയുന്ന സമയത്തും അതേസമയം ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഗോപാൽ ഈസ് നോട്ട് വെൽ, അയാൾക്ക് സുഖമില്ല. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻസ് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഗോപാൽ സെയ്സ് ദാറ്റ് ഹീ ഈസ് നോട്ട് ഫീലിംഗ് വെൽ. ഇനി ഒരു ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. ടെക്സ്റ്റൽ പോർഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. രണ്ട് പേര് തമ്മിലുള്ള കോൺവെർസേഷനാണ്. അത് നമുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് ആ സെയിം ഐഡിയ എന്താവണം, റിപ്പോർട്ട് ചെയ്ത് സെൻറ്റൻസിൽ അത് ഈ ഐഡിയ കംപ്ലീറ്റ് ആവണം. You are not worried, are you? Tony asked. No way, man, Felix laughed out loud. I just think it's cooler if we split right here. After the fight, we can get it together again like nothing ever happened. അപ്പോൾ അത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ആസ്ക്ഡ് എന്നുള്ള ടോണി സെഡ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആസ്ക്ഡ് എന്നാക്കും. ടോണി ആസ്ക്ഡ് വെദർ ഫെലിക്സ് വാസ് വറീഡ് ഓർ നോട്ട്. എന്തുകൊണ്ടാണ് അവിടെ വെദർ എന്നുള്ളത് യൂസ് ചെയ്തത്? യെസ് ഓർ നോ ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ വെദർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് റിപ്പോർട്ട് ചെയ്യുന്ന വെർബാണ് നമ്മൾ യൂസ് ചെയ്യാം. ടോണി ആസ്ക്ഡ് വെദർ ഫെലിക്സ് വാസ് വെറീഡ് ഓർ നോട്ട്. ഫെലിക്സ് വെറീഡ് ആണോ ഓർ നോട്ട്, അല്ലയോ എന്നുള്ളതാണ് ഇവിടെ ടോണി ചോദിച്ചിട്ടുള്ളത്.
ദെൻ അതിന് റിപ്ലൈ എന്നോണം ഫെലിക്സ് എന്താണ് പറഞ്ഞത്? നോ വേ, നോ, വറീഡ് അല്ല എന്നുള്ളതാണ് ടോണി റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. ഫെലിക്സ് റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. സോ അത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫെലിക്സ് റെസ്പോണ്ടഡ് ദാറ്റ് ഹി വാസ് നോട്ട് വറീഡ്. ഫെലിക്സ് ആൻസർ ചെയ്തത് നോ എന്ന് മാത്രമാണ് എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ വേർഡ് കൂടി യൂസ് ചെയ്തിട്ടാണ് റിപ്പോർട്ട് ചെയ്യാം. ഫെലിക്സ് റെസ്പോണ്ടഡ് ദാറ്റ് ഹി വാസ് നോട്ട് വറീഡ് ആൻഡ് ഹി തോട്ട് ഇറ്റ് വുഡ് ബി കൂളർ. അല്ലേ, ആ സെൻറ്റൻസോടെ കംപ്ലീറ്റ്, ആ ക്വസ്റ്റ്യനോടെ കംപ്ലീറ്റ് ആവുന്നില്ല. ആൻഡ് ഹി തോട്ട് ഇറ്റ് വുഡ് ബി കൂളർ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഫെലിക്സ് ആൻസർ ചെയ്യുന്നത് എന്താണ്? ഐ ജസ്റ്റ് തിങ്ക് ഇറ്റ്സ് കൂളർ ഇഫ് വി സ്പ്ലിറ്റ് റൈറ്റ് ഹിയർ എന്നുള്ളതാണ്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹി തോട്ട് ഇറ്റ് വുഡ് ബി കൂളർ ഇഫ് ദേ സ്പ്ലിറ്റ് റൈറ്റ് ദർ. അല്ലേ, ഇറ്റ് വുഡ് ബി കൂളർ ഇഫ് വി എന്നുള്ളത് മാറിയിട്ട് എന്താവും? ദേ എന്നുള്ള ഒരു ഫോമിലേക്ക് മാറും. ദേ സ്പ്ലിറ്റ് റൈറ്റ് ദർ. ഹിയർ എന്നുള്ളത് മാറിയിട്ട് ദർ എന്നാവും. അല്ലേ, നമുക്ക് ഇവിടെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാമെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് തന്നെ സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള ഫോമിലേക്ക് മാറുന്നതാണ്. ദെൻ ഹി ആഡഡ്, അവിടെ തീരുന്നില്ല ക്വസ്റ്റ്യൻ, അപ്പോൾ അത് ബാക്കിയുള്ളത് കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ശ്രദ്ധിക്കുക. ഹി ആഡഡ് ദാറ്റ് ദേ കുഡ് ഗെറ്റ് ടുഗദർ after the fight as if nothing had ever happened. അല്ലേ, we can get it together again like nothing ever happened എന്നുള്ളത് മാറിയിട്ട് എന്താവും? he added that they could, we could എന്നുള്ളത് they could എന്നാവും. അല്ലേ, can changes to could. they could get together after the fight as if nothing had ever happened. അല്ലേ, നത്തിങ് എവർ ഹാപ്പൻഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് ആവുന്ന സമയത്ത് ഹാഡ് കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫൈറ്റ് ആസ് ഇഫ് നത്തിങ് ഹാഡ് എവർ ഹാപ്പൻഡ് എന്നുള്ള രീതിയിലാണ് നമുക്കൊരു ഔട്ട്പുട്ട് ആൻസർ ലഭിക്കുന്നത്.